Hi my dear students, so welcome to Max B's English class once again. So I am Grishma. So in our previous class we also discussed about our first chapter, this adventures in a banyan tree. So this is our third video. Okay. അപ്പം മിസ് വിചാരിക്കുന്നു നിങ്ങൾ ടെക്സ്റ്റ് എല്ലാം വായിച്ചിട്ടുണ്ടായിരിക്കും, പോർഷൻസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു തേർഡ് വീഡിയോയിലും നമ്മൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ആസ് യു ഓൾ നോ, നമ്മുടെ ആ ഒരു ചാപ്റ്റർ ലാസ്റ്റ് വീഡിയോ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഫൈറ്റിനെ പറ്റിയിട്ടായിരുന്നു അല്ലേ, ദ ഫൈറ്റ് ബിറ്റ്വീൻ ദ മംഗൂസ് ആൻഡ് ദി കോബ്ര അല്ലേ. അപ്പോൾ ആ ഒരു കീരിയുടെയും പാമ്പിൻ്റെയും ആ ഒരു ഫൈറ്റിനെ പറ്റിയിട്ടായിരുന്നു നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്കത് അത്ര ഇലാബറേറ്റഡ് ആയിട്ട് വളരെ എക്സ്പ്ലെയിൻഡ് ആയിട്ട് വെൽ എക്സ്പ്ലെയിൻഡ് ആയിട്ട് അത് റൈറ്റർ ചെയ്തിട്ടുണ്ട്. ആ റീസൺ എന്തായിരുന്നു? കാരണം ആൾക്ക് അത്രയും എക്സൈറ്റഡ് ആയിട്ട് ഒരു ആകാംക്ഷയോട് കൂടി ആൾ ലൈവ് പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ട് ആൾ എന്ത് ചെയ്യാണ്, ആ ഒരു ഫൈറ്റ് കണ്ടതുകൊണ്ടാണ് ആൾക്ക് അത്രയും ഒരു എക്സൈറ്റ്മെൻറ്റിൽ ആൾ അത്രയും ഡിസ്ക്രൈബ് ചെയ്തിട്ട് വിവരിച്ചുകൊണ്ട് ഒരു ഫൈറ്റിനെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുക്കാനായിട്ടുള്ള കാരണം, അല്ലെങ്കിൽ ആ കഥ എഴുതിയപ്പോൾ ആൾ മെൻഷൻ ചെയ്യാനുണ്ടായ കാരണം. ഓക്കെ, സോ ഈ ഒരു തേർഡ് വീഡിയോയിൽ എന്താണ് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് വരുന്നത്. നമുക്ക് അറിയേണ്ട ആരെ ജയിച്ചെന്നൊക്കെ നമുക്ക് അറിയണം അല്ല, അതിൻ്റെ ഒരു ഫോളോ അപ്സ് എന്താണ്, ആ ഒരു ഫൈറ്റിൻ്റെ ഫോളോ അപ്സ് നമുക്ക് അറിയേണ്ട ആവശ്യമുണ്ട്. അപ്പം നമുക്കത് നോക്കാം. ഓക്കെ, സോ സ്റ്റുഡൻസ് ബി റെഡി വിത്ത് യുവർ ടെക്സ്റ്റ് ബുക്ക്. നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് കടക്കാം. ഓക്കെ, സോ ശ്രദ്ധിക്കുക. I saw the bird flung nearly 20 feet across the garden where, after fluttering about for a while, it lay still. Okay, so നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരുടെ ആ ഒരു ഫൈറ്റിൻ്റെ ഇടയിൽ നമ്മുടെ ക്രോ ചെന്ന് പെടുന്ന ഒരു കാര്യം ഇല്ലേ. ക്രോവും മൈനി എന്താ ചെയ്തിരുന്നത്? ദേ ആർ ദ ടു സ്പെക്ടേറ്റേഴ്സ് ദോസ് ഹു ആർ വാച്ചിങ് ദിസ് പെർട്ടിക്കുലർ ഫൈറ്റ് അല്ലേ. ഈ രണ്ടുപേരാണ് എന്ത് ചെയ്തിരുന്നത്, അവരുടെ ഈ ഒരു ഫൈറ്റ് കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ ഓദർ അല്ലാതെ അത് കണ്ടുകൊണ്ടിരുന്ന രണ്ട് സ്പെക്ടേറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ മൈനിയും അതുപോലെ തന്നെ നമ്മുടെ ഈ കാക്കയായിരുന്നു. അപ്പോൾ എന്താണ്, അവർ മിഡ് എയറിൽ പറക്കുന്നു. ഇവരെ ഈ നമ്മുടെ ദേ വോണ്ട് ടു ഡിസ്ട്രാക്ട് ദ സ്നേക്ക് അല്ലെ, ഈ സ്നേക്കിനെ അറ്റാക്ക് ചെയ്യാനും ഡിസ്ട്രാക്ട് ചെയ്യാനാണ് ഇവർ രണ്ടുപേരും ശ്രമിച്ചുകൊണ്ടിരുന്നത്. ലാസ്റ്റ് എന്ത് ചെയ്യുന്നത്, ഇത് തേർഡ് ആ ഒരു ഇവരുടെ ഫൈറ്റിനിടയിൽ എന്താ ഉണ്ടായത്, നമ്മൾ ലാസ്റ്റ് പാരഗ്രാഫ് ഡിസ്കസ് ചെയ്തത് ഈ പാമ്പിൻ്റെ കൊത്ത് ആർക്ക് കിട്ടി, കാക്കയ്ക്ക് കിട്ടി. അപ്പം ഇനി കാക്കയ്ക്ക് എന്ത് സംഭവിച്ചെന്നാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത്. നോക്കാം ഒന്നും കൂടി. I saw the bird. ആ ബേർഡ് എന്ന് പറയുന്നത് ഇവിടെ ക്രോനെയാണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, flung nearly 20 feet across the garden. Flung in the sense എവിടേക്കോ എന്താ പറയുക, ഈ പാമ്പിൻ്റെ കൊത്ത് കിട്ടിയിട്ട് എന്താണ് ആള് എവിടേക്കോ തെന്നി മാറി പോകാനുണ്ടായത്. 20 feet across, ഏകദേശം 20 അടിയോളം എന്ത് ചെയ്തു, ഈ കാക്ക വീണു എന്നാണ് പറയുന്നത്. അത്രയും ഫോഴ്സിലാണ് എന്ത് ചെയ്തത്, ഈ പാമ്പ് അതിനെ കൊത്തിയത്. അതുകൊണ്ടാണ് It's 20 feet across the garden were after garden. After fluttering about for a while, it lay still. So fluttering എന്ന വേർഡിന്റെ മീനിങ് എന്താണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുന്നു? ഫ്ലട്ടറിംഗ് എന്നുള്ളൊരു വാക്ക് ഫ്ലട്ടറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൈയിങ് അൺസ്റ്റഡ്ലി. ഓക്കെ, ഫ്ലൈയിങ് അൺസ്റ്റഡ്ലി എന്നാണ് ആ ഫ്ലട്ടറിംഗ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ദാറ്റ് മീൻസ് എന്താ സംഭവിക്കുന്നത്, ദിസ് ക്രോ ഹിസ് കംപ്ലീറ്റ്ലി ലൂസ് ഇറ്റ്സ് കൺട്രോൾ. അതിന് പറക്കാൻ പറ്റുന്നില്ല, അതിൻ്റെ കൺട്രോൾ മൊത്തത്തിൽ നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഈ പാമ്പിൻ്റെ കയ്യിൽ നിന്ന് കൊത്തു കിട്ടിയപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ആളെ കൺട്രോൾ ആകെ പോയി. ദാറ്റ് മീൻസ് ഫ്ലട്ടർ ഇൻ ദ സെൻസ് അൺസ്റ്റഡ്ലി, ഫ്ലൈയിങ് അൺസ്റ്റഡ്ലി, കൺട്രോൾ നഷ്ടപ്പെട്ട് ഒരു ബോധമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുന്നതിനെയാണ് നമ്മൾ ഫ്ലട്ടറിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, flying unsteadily about for a while, it lay still. എന്ത് ചെയ്തു, 20 അടി ദൂരത്തോട്ട് മാറിപ്പോയി വീഴും ചെയ്തു. അവിടെ ആകെ കിടന്ന് എന്താണ്, ആകെ ഭയങ്കരമായിട്ട് അത് എന്താ ഡിസ്ട്രാക്റ്റഡ് ആയിപ്പോയി. ഒപ്പം തന്നെ അവിടെ ഗ്രൗണ്ടിൽ ആൾ കിടന്നു. അപ്പോൾ ഇതാണ് എന്ത് സംഭവിച്ചത്, കാക്കയ്ക്ക് ഇതാണ് ഉണ്ടായത്. ഇപ്പോൾ while she or it interfering into the fight between this cobra and the snake. The myna remained on the cactus plant. മൈന പറഞ്ഞു the mine, it is very clever. അതെന്താ ചെയ്തത്, അതെപ്പോഴും റിമൈൻഡ് അവിടെ ഇരിക്കേണ്ടത് കാറ്റസ് പ്ലാന്റിന്റെ മുകളിൽ. നമുക്കറിയാം കാറ്റസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കള്ളിമുൾ ചെടിയുടെ മുകളിൽ സേഫ് ആയിട്ട് ആരിയ്ക്കുന്നുണ്ടായിരുന്നു, മൈന ഇരിക്കുന്നുണ്ടായിരുന്നു. കണ്ടോ, വേർ വൈസ്ലി, ഐ മീൻ ആ മൈന എന്തായിരുന്നു, ഭയങ്കര വയസ്സാലും ബുദ്ധി ഉണ്ടായിരുന്നു. കാരണം ആൾക്ക് എന്താ അറിയാം, ഇതിൻ്റെ ഇടയിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താ പണി കിട്ടുന്ന അറിയാവുന്ന ചെയ്തിട്ടില്ല. അപ്പോൾ കാര്യമായിട്ട് ഈ ക്രോ ഇവരുടെ ഫൈറ്റിനിടയിൽ കയറി ഇൻ്റർഫിയർ ചെയ്തപോലെ മൈന പോയിട്ടില്ല. അതുകൊണ്ട് എന്താണ്, കൊത്തും കിട്ടിയില്ല. ആ ഒരു സേഫസ്റ്റ് പ്ലേ ആണ് അതിൻ്റെ ഇടയിൽ കളിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, കാറ്റസ് പ്ലാന്റ്. സോ ദാറ്റ് മീൻസ്
our myna, he has remained on this carcass plant, very wisely refrained. Okay, refrain എന്ന് വെച്ചാൽ എന്താണ്? കണ്ടിന്യൂസ്ലി ഡൂയിങ് ദ സെയിം ആക്ഷൻ. നമ്മൾ പോയട്രി ഒക്കെ പഠിക്കണം പറയാണ് റിഫ്രെയിൻ ഇൻ ദ പോം എന്ന്. അതായത് പോയട്രീസ് നമ്മൾ ഒരേ വരി നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വരില്ലേ, അതിന് നമ്മൾ റിഫ്രെയിൻ എന്ന് പറയും. ഓരോ പോയട്രിയിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന വരികൾ, അതായത് വീണ്ടും വീണ്ടും നമ്മൾ ആവർത്തിച്ച് വരുന്ന വരികൾ നമ്മൾ റിഫ്രെയിൻ എന്ന് പറയാറുണ്ട്. ഇവിടെ പറയുന്ന സംഭവം എന്താണ്? ഹിയർ റിഫ്രെയിൻ ഇൻ ദ സെൻസ് ഡൂയിങ് ദ ആക്ടിവിറ്റി വൺസ് അഗൈൻ, വീണ്ടും വീണ്ടും ആ കാര്യം ചെയ്യുക. എന്ത് കാര്യമാണ് ചെയ്യുന്നത്? ഇസ് വൈസ്ലി റിഫ്രെയിൻഡ് ഫ്രം ഇന്റർഫിയറിങ് അഗൈൻ. എവിടെയാണ് ഇന്റർഫിയർ ചെയ്യുന്നത്? എന്താ ഇന്റർഫിയർ ചെയ്യുന്നത്? ഈ ഒരു ഫൈറ്റിൻ്റെ ഇടയിൽ ആൾ വീണ്ടും എന്ത് ചെയ്യുന്നത്? ഇന്റർഫിയർ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തല്ല, വളരെ ഒരു വൈസ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് ആര് കൊടുക്കുന്നത്? മൈന കൊടുക്കുന്നത്. ഓക്കെ, again their fight is continuing, so let's see what's going to happen. The cobra was weakening and the mongoose walking fearlessly up to it. So എന്താ ഉണ്ടായത് ഇവിടെ? The cobra was weakening, അല്ലേ? പാമ്പ് എന്തായി? It became very weak. ആള് ഭയങ്കര ടയേർഡ് ആയി. പാമ്പ് അത്രയും ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നല്ലോ, so it became so tired. And the mongoose walking fearlessly up to it. അപ്പം എന്തായി? അപ്പം മംഗൂസിന് ഇച്ചിരി കൂടി ധൈര്യമായി. അപ്പം കുഴപ്പമില്ല, അവന് ഇച്ചിരി എന്താണ് പേടിച്ചിട്ട്, ഐ മീൻ ഇത്തിരി വീക്ക് ആയിട്ടുണ്ട്. അപ്പം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐ ക്യാൻ ഈസിലി അറ്റാക്ക് ഹിം. വീണ്ടും ചെയ്യാൻ, അവനെ പോയിട്ട് എനിക്ക് ആക്രമിക്കാനായിട്ട് സാധിക്കും. അപ്പം മംഗൂസ് എന്ത് ചെയ്യണം? ഫിയർലെസ്ലി, ഒട്ടും പേടിയില്ലാതെ ചെയ്യാണ്. ഹീസ് മൂവിങ് ടുവേഴ്സ് ദ സ്നേക്ക്. പാമ്പിൻ്റെ അടുത്തോട്ട് മംഗൂസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? ഹി അണ്ടർസ്റ്റുഡ് ദാറ്റ് ദ സ്നേക്ക് ഇസ് നൗ ടയർഡ്, ഹി ഈസ് വെരി വീക്ക് നൗ. Raised himself on his short legs and with lightning the snap had to big snake by the snout. The cobra writhed and lashed it. കണ്ടോ? writhed and lashed about in a frightening manner. പെട്ടെന്ന് ഫ്രൈറ്റനിങ് മാനർ സെൻസ് എന്താണ്? പേടിച്ചു പോയി. ഈ കോബ്ര പേടിച്ചു പോയി. എന്താ? ഇതിൻ്റെ ഒരു അറ്റാക്കിംഗ് മോഡ് കണ്ടപ്പോൾ, ആരുടെ? മംഗൂസിൻ്റെ അറ്റാക്കിംഗ് മോഡ് കണ്ടപ്പോൾ പാമ്പ് ഒന്ന് പേടിച്ചു. കാരണം എന്തുകൊണ്ടാണ്? ആൾക്ക് തിരിച്ച് പ്രൊട്ടസ്റ്റ് ചെയ്യാനോ തിരിച്ച് അറ്റാക്ക് ചെയ്യാനോ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? കാരണം ആളാകെ വീക്കായി, ക്ഷീണിതനായതുകൊണ്ടാണ് അതവിടെ സംഭവിച്ചത്. ഓക്കെ, a frightening manner and even coiled. എന്താ coiled? circled up. നമ്മൾ പറയാം പാമ്പ് കോയിൽ ചെയ്യാണ്. കാരണം പറയില്ലേ, ചുറ്റി വരിഞ്ഞിരിക്കുന്നത് നമ്മൾ കോയിൽ എന്ന് പറയാം. അപ്പം പാമ്പ് എന്താ ചെയ്തത്? ഇത് അറ്റാക്ക് ചെയ്യാൻ വന്ന സമയത്ത് എന്ത് ചെയ്തു? ഹി കോയിൽഡ് ദി മംഗൂസ്. പാമ്പ് ഈ മംഗൂസിനെ ചുറ്റിപ്പിഴിഞ്ഞ്, നമുക്കറിയാം പാമ്പ് വരിഞ്ഞു മുറുക്കുന്ന പറയാറുണ്ട് നമ്മളങ്ങനെ. അതേപോലെ എന്ത് ചെയ്തു? ഈ പാമ്പ് ഈ മംഗൂസിനെ വരിഞ്ഞു മുറുക്കി. വേറെ വഴിയൊന്നും ഇല്ലെങ്കിൽ രക്ഷപ്പെടാനായിട്ട്. അപ്പോൾ ലാസ്റ്റ് ഉള്ള എന്താണ്? ഒരു അറ്റാക്കിംഗ് മോഡ് ആളും പുറത്തെടുത്തു. is coiled means circling up. That means എന്താ circling up? ചുറ്റി വെച്ചു ഈ മംഗൂസിനെ. A circle of itself about the mongoose, but all to no avail. Avail meaning no use. പ്രത്യേകിച്ച് ഒരു ഉപകാരം ഉണ്ടായില്ല. എന്തുകൊണ്ടാ? മംഗൂസ് ഈസി ആയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെടാനുണ്ടായത്. അതുകൊണ്ടാണ് പറയുന്നത് ആ ഒരു കോയിൽ ചെയ്തിട്ടൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല. ഹി കാൺട്ട് സ്റ്റോപ്പ് ദി അറ്റാക്കിംഗ് മോഡ് ഓഫ് ദിസ് മംഗൂസ്. മംഗൂസിൻ്റെ എന്താണ്? ആ ഒരു അറ്റാക്കിംഗ് മോഡിൽ നിന്ന് രക്ഷപ്പെടുത്താൻ, ഐ മീൻ അതിൽ നിന്ന് പുറത്തോട്ട് വരാനായിട്ട് പാമ്പിനെ കൊണ്ട് സാധിച്ചില്ല. ഓക്കെ, the little fellow, that means our little fellow means our mongoose, is hung grimly on until the snake had ceased to struggle. അപ്പോൾ എന്ത് ചെയ്തു? അവനും എന്ത് ചെയ്തു? ആ ഒരു പാമ്പിൻ്റെ ഉള്ളിൽ ചുറ്റി പിടിച്ച് അവനും ഇരുന്നു. നമ്മൾ പറഞ്ഞു മംഗൂസിനെ എന്ത് ചെയ്തിട്ടുണ്ട്? പാമ്പ് സർക്കിൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഉണ്ടല്ലോ. അപ്പോൾ എന്താണ്? ആ സർക്കിളിൻ്റെ ആ പുറത്തേക്ക് വരാനായിട്ട് മംഗൂസ് മാക്സിമം എന്ത് ചെയ്യുന്നുണ്ട്? പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു, ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അതാണ് പറയുന്നത്. The little fellow of mongoose hung grimly on until the snake had ceased to struggle it. When he then smelt along its quivering length and gripping its ground, the hood dragged it into the bushes. Last എന്ത് ചെയ്യാൻ തുടങ്ങി? ഈ പാമ്പിന് മനസ്സിലായി എന്ത്? I can't, എനിക്കിവനെ എന്ത് ചെയ്യാൻ പറ്റില്ല, തോൽപ്പിക്കാനായിട്ട്, ഈ ഒരു ഫൈറ്റിൽ തോൽപ്പിക്കാനായിട്ട് എന്നെ കൊണ്ട് സാധിക്കില്ല. അപ്പോൾ ആളെന്ത് ചെയ്തു? ആൾ തന്നെ ആ കോയിൽഡ് അപ്പൊക്കെ കളഞ്ഞു. അതായത് പാമ്പ് തന്നെ കീരിനെ എന്ത് ചെയ്തു? ഫ്രീ ആക്കി വിട്ടു. അതായത് ചുറ്റിപ്പടഞ്ഞിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ ആളെന്ത് ചെയ്തു? ചുറ്റിപ്പടലൊക്കെ മാറ്റിയിട്ട് ഒരു ബുഷിൻ്റെ ഇടയിലോട്ട് ആള് എന്ത് ചെയ്തു? ഡ്രാഗ് ചെയ്തിട്ട് ഇഴഞ്ഞഴിഞ്ഞ് എന്ത് ചെയ്തു? ബുഷിൻ്റെ ഇടയിലോട്ട് ആള് പോയി, സ്നേക്ക് പോയി. അപ്പോൾ ആരാണ് ജയിച്ചത്? ഹൂ വൺ ദ മാച്ച്? അവർ മംഗൂസ്. ഹി വൺ ദി മാച്ച്. ആളാണ് എന്ത്? ആ ഫൈറ്റിൽ ആളാണ് ജയിച്ചത്. ഓക്കെ, so the hood and dragged it to the bushes. പാമ്പ് ഇഴഞ്ഞ് പോയി, രക്ഷയില്ല. മനസ്സിലായി എന്ത് ചെയ്യാൻ പറ്റില്ല എന്ന്? മംഗൂസിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, തോൽപ്പിക്കാനായിട്ട് പറ്റില്ല എന്ന് ആൾക്ക് ഉറപ്പായി. bushes.
The myna dropped cautiously to the ground. എന്താ cautiously എന്ന് വെച്ച് കഴിഞ്ഞാൽ വെരി കെയർഫുള്ളി അല്ലേ, എന്താ ശ്രദ്ധിക്കണം, പാമ്പ് ഇനി വീണ്ടും അറ്റാക്ക് ചെയ്യാൻ വരുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ ആളെന്താ ചെയ്യുന്നത്, മൈന എന്താ ചെയ്യുന്നത്, വെരി കോഷ്യസ്ലി, ദാറ്റ് മീൻസ് വെരി കെയർഫുള്ളി. വാട്ട് ഷീ ഡൺ, കെയർഫുള്ളി ടു ദ ഗ്രൗണ്ട്, വളരെ ശ്രദ്ധിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ കാക്ടസ് പ്ലാന്റിന്റെ മുകളിൽ നിന്ന് താഴത്തോട്ട് ഗ്രൗണ്ടിലോട്ട് വന്ന് ഇരിക്കുന്നത്. ഓക്കെ. ആൻഡ് ഹോപ്ഡ് അബൌട്ട്, peered into the bushes. peer in the sense എന്താ, ഒളിഞ്ഞു നോക്കണം, നമ്മൾ peer ചെയ്യുന്നത്, നോക്കുകയാണ്. എന്തിനെ നോക്കുന്നത്, പാമ്പ് വരുന്നുണ്ടോ, ഇനി അതിൻ്റെ ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷനിൽ ആ പാമ്പ് എവിടെ ഇരിക്കണമെന്നൊക്കെ എന്ത് ചെയ്യണം, ഒന്നാൾ എത്തിച്ച് നോക്കുകയാണ്. ഓക്കെ, വളരെ ശ്രദ്ധാപൂർവ്വമാണ് മൈൻഡ് എന്ത് ചെയ്യുന്നത്, ആളുടെ ഓരോ മൂവ്മെന്റ്സും ചെയ്തുകൊണ്ടിരിക്കുന്നത്. It dropped cautiously to the ground and hopped up to the, peered into the bushes from the safe distance. അതായത് ആ ബുഷസിന് ഇടയിലേക്ക് കയറി ചെല്ലില്ല ചെയ്യുന്നത്, എന്താ ചെയ്യുന്നത്, അതിന് സൈഡിൽ മാറി നിന്നിട്ട് ഒളിഞ്ഞു നോക്കുകയാണ്, എന്ത് പാമ്പ് വരുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഒരു സേഫ് ഡിസ്റ്റൻസ് ആൾ കീപ്പ് ചെയ്യുന്നുണ്ട് എപ്പോഴും. ആൻഡ് ദെൻ വിത്ത് എ shrill cry, shrill എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മൾ പറയില്ലേ ഈ ഒരു മൈനകളൊക്കെ പ്രത്യേകം ഒരു സ്ക്രീമിങ് വോയിസ് ഉണ്ടാക്കും. അതായത് അവർക്ക് അത്രയും സന്തോഷം വരുന്ന സമയത്ത് അല്ലെങ്കിൽ പേടിയാവുന്ന സമയത്ത് അവർ തരത്തിൽ അവരുടെ ഭാഷയിൽ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സൗണ്ടിനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് പറയുക, ഷ്രിൽ ക്രൈ എന്ന് പറയുക. മീൻസ് അവരുടെ വോയിസിനെയാണ്, അതായത് ആനിമൽസിന് അല്ലെങ്കിൽ ഈ ഒരു ബേർഡിൻ്റെ സ്ക്രീമിങ് വോയിസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഷ്രിൽ എന്ന് പറയുന്നത്. The shrill cry of congratulations and flew away. അപ്പോൾ എന്ത് ചെയ്തു, ഈ മൈന നമ്മുടെ ഷ്രിൽ ഔട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നത്, മംഗൂസിനെ കൺഗ്രാജുലേറ്റ് ചെയ്തു. ഓക്കെ, ബിക്കോസ് ദ പേഴ്സൺ ഹു വൺ ദി ഫൈറ്റ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു, ഇത്ര നേരം ഒരു സ്പെക്ടേറ്റർ ആയിരുന്നു, അപ്പോൾ കളി കണ്ടുകൊണ്ടിരുന്ന, ഫൈറ്റ് കണ്ടുകൊണ്ടിരുന്ന ആളെന്നല്ല എന്ത് ചെയ്തു, വിജയിനെ എന്ത് ചെയ്തു, കൺഗ്രാജുലേറ്റ് ചെയ്തിട്ട് ആൾ അവിടെ നിന്ന് ഫ്ലൂ അവേ, അവിടെ നിന്ന് പറന്നു പോവാണ് ഉണ്ടായത്. സോ ദിസ് ഇസ് ദി എൻഡ് ഓഫ് അവർ ഫൈറ്റ് ബിറ്റ്വീൻ അവർ കോബ്ര ആൻഡ് മംഗൂസ്. ഓക്കെ, നമുക്കറിയാം അത്രയും വെൽ എക്സ്പ്ലെയിൻഡ് ആയിരുന്നു, ഒരു 4 or 5 പാരഗ്രാഫ് ഇത് തന്നെയാണ് നമ്മുടെ ഇതിലുള്ള പറഞ്ഞുകൊണ്ടേ ഇരുന്നിരുന്നത് അല്ലേ. യെസ്, സോ ദിസ് ഇസ് ദി എൻഡ്. നമ്മളിപ്പോൾ എന്താ, ഇപ്പോൾ ആ ഒരു ഫൈറ്റിന് എൻഡ് നമ്മൾ വന്നു കഴിഞ്ഞു. ആൻഡ് ദ മംഗൂസ് ഹു വൺ ദി ഫൈറ്റ്. യെസ്, നെക്സ്റ്റ് പാരഗ്രാഫ്. When I had also made a cautious descent from the tree and returned to the house. അപ്പോൾ അവിടെ വേറെ ആരുണ്ട്, ഈ രണ്ട് സ്പെക്ടേഴ്സ്, നമ്മുടെ കാഴ്ചക്കാരല്ലാത്ത നമ്മുടെ സ്പെക്ടേറ്റേഴ്സ് ആയിട്ടുള്ള നമ്മുടെ മൈനയും കാക്കയും അല്ലാതെ അവിടെ ഉണ്ടായിരുന്ന വേറൊരു ആളാരായിരുന്നു, നമ്മുടെ ഓദറായിരുന്നു, നമ്മുടെ ആ ഒരു ബോയ് ആയിരുന്നു. അവൻ എന്ത് ചെയ്യണം, ഹി ഓൾസോ വിറ്റ്നസ്ഡ് അല്ലെ, ഹു ഇസ് വൺ ദി മാച്ച് ഓർ ദ ഫൈറ്റ്. When I had also made a cautious, നമ്മൾ പറഞ്ഞു ആ ഒരു കോഷ്യസ് എന്നുള്ള സംഭവത്തിന്റെ മീനിങ് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു അല്ലേ. എന്തായിരുന്നു, ഇറ്റ്സ് വെരി കെയർഫുള്ളി അല്ലെ, വളരെ ശ്രദ്ധിച്ച് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ കുട്ടിയും ആ മരത്തിന്റെ മുകളിൽ നിന്ന് താഴത്തോട്ട് ഇറങ്ങി വരും. നമുക്ക് ഓർമ്മയുണ്ടാവും, മുന്നത്തെ ഒരു പാരാഗ്രാഫിൽ കണ്ടിരുന്നു, ഹി വാസ് സിറ്റിംഗ് ഓൺ ദ പേർച്ച് ഓഫ് ദ ട്രീ അല്ലെ, മരത്തിന്റെ ഒരു പേർച്ച്, ഒരു ശിഖരത്തിൽ ഒരു ബ്രാഞ്ചിന്റെ മുകളിലാണ് ഈ കുട്ടി ചെയ്തിട്ട് എന്ത് ചെയ്തിരുന്നത്, ആ ഒരു ഫൈറ്റ് അവൻ കണ്ടുകൊണ്ടിരുന്നിരുന്നത്. ഓക്കെ, സോ എൻ്റെ ഫൈറ്റ് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണം, ആൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഓക്കെ, അപ്പം നമ്മുടെ മൈനയെ പോലെ തന്നെ ഹി ഈസ് ഓൾസോ വെരി കോഷ്യസ്. ഓക്കെ, is made cautious. Descent എന്നുള്ള ടേം നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, ഡിസെൻഡിങ് ഓർഡർ ആൻഡ് അസെൻഡിങ് ഓർഡർ എന്നൊക്കെ നമ്മൾ മാത്സിൽ പഠിക്കുന്നതാണ് അല്ലേ. സോ ഇവിടെ എന്താണ് ഡിസെൻഡിങ് ഓർഡർ എന്ന് പറയുമ്പോൾ താഴത്തോട്ട് ഇറങ്ങി വരുന്നതിനാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ഫോളിങ് ഡൗൺ, താഴത്തോട്ട് വരും. എവിടെയും താഴത്തോട്ട് വരുന്നത്, ഈ മരത്തിന്റെ ആ പേർച്ചിന്റെ മുകളിൽ നിന്ന്, ആ ബ്രാഞ്ചിന്റെ മുകളിൽ നിന്ന് ചെയ്യാണ്. ഈ ഫൈറ്റ് കണ്ടതിന് ശേഷം ഈ കുട്ടി ഡിസെൻഡ് ചെയ്യാണ്, ഇൻ ദ സെൻസ് ഫോളിങ്, താഴത്തോട്ട് ഇറങ്ങി വരികയാണ്. ഫോളിങ് ഡൗൺ is descent from the tree and return to the house. അപ്പോൾ എന്ത് ചെയ്തു, വീണ്ടും തിരിച്ച് ഫൈറ്റ് എല്ലാം കണ്ടു, വളരെ ഹാപ്പിയാണ്, മംഗൂസ് ജയിച്ചു. അപ്പോൾ ആൾ എന്ത് ചെയ്യണം, തിരിച്ച് വീട്ടിലോട്ട് പോരുകയാണ്. I told grandfather of the fight I had seen. അപ്പോൾ എന്ത് പറഞ്ഞു, ആസ് യൂഷ്വൽ ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്ത് എന്ത് ഷെയർ ചെയ്യാണ്, ഞാനിങ്ങനെ ഫൈറ്റ് കണ്ടു, അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു, ലാസ്റ്റ് മംഗൂസാണ് ജയിച്ചത്. അപ്പോൾ എന്ത് ചെയ്യണം, ഹി ജസ്റ്റ് നറേറ്റ് ദ ഫൈറ്റ് ടു ഹിസ് ഗ്രാൻഡ് ഫാദർ. മുത്തശ്ശന് പറഞ്ഞു കൊടുക്കുകയാണ് എന്താണ് ആ ഫൈറ്റിൻ്റെ ഒരു ക്ലൈമാക്സ് ഉണ്ടായത്, അത് ഉണ്ടാവുന്ന പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണ് വളരെ കൃത്യമായിട്ട് ഗ്രാൻഡ് ഫാദറിന് ആൾ നറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഉണ്ടായത്. ഓക്കെ, I told grandfather of the fight I had seen. He was pleased that the mongoose had won. Okay, so മുത്തശ്ശൻ എന്താ വളരെ pleased in the sense he was so happy. Okay, our grandfather, he was so happy. Pleased in the sense അത്രയും ഹാപ്പി. എന്തുകൊണ്ടാണ് ഹാപ്പി ആവാൻ കാരണം ജയിച്ചത് ആരാണ്, ജയിച്ചത് നമ്മുടെ മംഗൂസ് ആയതുകൊണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, നമ്മൾ മുന്നത്തെ പാരാഗ്രാഫിൽ പറഞ്ഞിരുന്നു, ഈ മംഗൂസിന് ഇവരെപ്പോഴും ഇവരുടെ ഈ ഒരു ഏരിയയിൽ കണ്ടുകൊണ്ടിരുന്ന ഒരു മംഗൂസാണ്.
ഓക്കെ, അപ്പോൾ ഇവർക്ക് നോർമലി എന്തുണ്ട്, പരിചയമുള്ളൊരു മംഗൂസാണ്. മീൻസ് പരിചയം ഇൻ ദ സെൻസ് അവർക്കറിയാം ഇത് ഇവിടെ അതിൻ്റെ ഈ ആൽമരത്തിൻ്റെ അവിടെയൊക്കെയാണ് ജീവിക്കണേന്നത് വീട്ടുകാർക്ക് അറിയാം. ഓക്കെ, അതുകൊണ്ടാണ് എന്ത് ഇത് ഈ മംഗൂസ് ഈ ഫൈറ്റിൽ ജയിച്ചു എന്ന് പറഞ്ഞപ്പോൾ മുത്തശ്ശൻ കൂടുതൽ എന്തായത് pleased darling, he was so happy when he know about this mongoose won the fight. Okay, so that's it. He had encouraged to leave the garden to keep away the snakes, and it fed regularly with the scraps from the kitchen. അപ്പോൾ എന്താണ് ആൾക്ക് എന്തുകൊണ്ടായിരുന്നു ഇതിനോട് കൂടുതൽ ഇഷ്ടം? നമ്മൾ പറഞ്ഞിരുന്നു ഈ പറഞ്ഞ പോലെ തന്നെ ഇത് എൻകറേജ് ടു ലിവ് ഇൻ ദ ഗാർഡൻ. എൻകറേജ് എന്ന് വെച്ചാൽ ഓക്കെ കുഴപ്പമില്ല, ഈ ഗാർഡനിലല്ലേ എന്താണ് ഈ ഒരു മംഗൂസ് ജീവിച്ചോട്ടെ, നോ ഇഷ്യൂസ് വിത്ത് ഇറ്റ്. ബിക്കോസ് എന്തുകൊണ്ടാണ് അതിന് ഗാർഡനിൽ താമസിക്കാനുള്ള ഒരു പെർമിഷൻ അല്ലെങ്കിൽ ഒരു ഇഷ്ടം ഗ്രാൻഡ് ഫാദർ കാണിക്കുന്നത്? ടു കീപ്പ് അവേ ദ സ്നേക്സ്. അപ്പോൾ എന്തായിരിക്കും ഗാർഡനിൽ എന്തുണ്ടാവില്ല, കൂടുതൽ പാമ്പുകൾ ഉണ്ടാവില്ല എപ്പോൾ ഇങ്ങനെ മംഗൂസ് ഇവരുടെ ഗാർഡനിൽ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇവർക്ക് ഇത്രയും കൂടി എന്താണ് സേഫ് ആണ് ആ ഒരു ഏരിയയിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്, ഈ മംഗൂസിനെ ഈ ഗാർഡനിൽ താമസിച്ചോട്ടെ കുഴപ്പമില്ല. ബിക്കോസ് എന്ത് ചെയ്യും, മംഗൂസ് പാമ്പിനെ പിടിക്കുന്നുള്ള കാര്യം ഉറപ്പായതുകൊണ്ട്. ആൻഡ് ഫെഡ് ഇറ്റ് റെഗുലർലി. എന്താ ഫെഡ് ഇറ്റ് റെഗുലർലി? സ്ഥിരമായിട്ട് അതിന് ഭക്ഷണം കൊടുത്തിരുന്നു, അതിനെ ഫീഡ് ചെയ്തിരുന്നു, ഭക്ഷണം അതിന് കൊടുത്തിരുന്നു. എന്തൊക്കെയാണ്? വിത്ത് സ്ക്രാപ്സ് ഫ്രം ദി കിച്ചൺ. അതായത് എന്തെങ്കിലും സ്ക്രാപ്സ് ഇൻ ദ സെൻസ് എന്തെങ്കിലും ഫുഡ് പാർട്ടിക്കിൾസ് അല്ലെ, ഭക്ഷണത്തിന് എന്തെങ്കിലും ഫുഡ് പാർട്ടിക്കിൾസ് കിട്ടുമ്പോൾ എന്ത് ചെയ്യാറുണ്ട് മുത്തശ്ശൻ, ഈ ഫുഡ് പാർട്ടിക്കിൾസ് നമ്മുടെ ഈ ഒരു മംഗൂസിന് അവിടെ കൊടുക്കാറുണ്ട്. അതാണ് നമ്മൾ ഈ ഒരു പാരഗ്രാഫിൽ കാണുന്ന കാര്യം കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് അതിവിടെ കാണാം. സ്ക്രാപ്സ് ഫ്രം ദി കിച്ചൺ, അതായത് ഭക്ഷണത്തിന് എന്തെങ്കിലും ഫുഡ് പാർട്ടിക്കിൾസ് കിച്ചണിൽ നിന്ന് കിട്ടുമ്പോൾ എന്ത് ചെയ്യാറുണ്ട് ഗ്രാൻഡ് ഫാദർ ഈ ഒരു മംഗൂസിനെ ഫീഡ് ചെയ്യാറുണ്ട്. He had never tried taming it. കണ്ടോ പുതിയ വേർഡ് ടൈമിങ്. എന്താ ടൈമിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇണക്കിയെടുക്കുക, അതായത് അതിൻ്റെ പെറ്റായിട്ട് കൊണ്ടുവരാനായിട്ട് ഒരിക്കലും ഗ്രാൻഡ് ഫാദർ ശ്രമിച്ചിട്ടില്ല. എന്തിനാ ഈ ഒരു മംഗൂസിനെ? ബിക്കോസ് അതിന് കാരണമുണ്ട്, നമുക്ക് നോക്കാം. He had never tried taming it. ഇറ്റ് എന്ന് പറയുന്നത് മംഗൂസിനെയാണ്. ടൈമിംഗ് ഇൻ ദ സെൻസ് എന്താ, അതിനെ ഇണക്കി കൊണ്ടുവരാം, അതായത് പെറ്റായിട്ട് വളർത്തിക്കൊണ്ടുവരാൻ എൻ്റെ ഗ്രാൻഡ് ഫാദർ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. വൈ? വാട്ട്സ് ദ റീസൺ? Because wild mongoose was more useful than a domesticated one. So that is the opinion of our grandfather. Why did he never try to taming a mongoose? എന്തുകൊണ്ടാണ് ഒരു കീരിനെ ഒരിക്കലും എന്ത് ചെയ്യാത്തത്, ഇണക്കി അല്ലെങ്കിൽ ഒരു പെറ്റാക്കി മാറ്റാൻ ചെയ്യാത്തത്? റീസൺ എന്താണ്? ഇതുകൊണ്ടാണ്. The wild mongoose were more useful. എന്താ വൈൽഡ് മംഗൂസ്, അതെ അവർ കാട്ടിലുള്ള ആ ഒരു മംഗൂസ് തന്നെ ഏറ്റവും ബെസ്റ്റ്. നമ്മളതിനെ എന്താ ഡൊമസ്റ്റിക്കേറ്റഡ് ആയിട്ട് നമ്മുടെ പെറ്റാക്കി വളർത്തിക്കുമ്പോൾ എന്തായിരിക്കും നമുക്ക് ഇപ്പോൾ കിട്ടുന്ന പോലെ ഒരു യൂസ് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. എന്തായിരിക്കും വീട്ടിൽ നിന്ന് ഫുൾ ടൈം ഭക്ഷണം ചിലപ്പോൾ ഫുൾ ടൈം ആൾ ഉറക്കമായിരിക്കും. അപ്പോൾ സ്നേക്കിന് ഓടിക്കാൻ പോകും, ഒന്നും ചെയ്യില്ല. അപ്പോൾ ആളുടെ നമ്മുടെ ഗ്രാൻഡ് ഫാദറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്താണ്, ഡൊമസ്റ്റിക്കേറ്റഡ് ഒരു എൻ്റെ പെറ്റൊന്നും ഞാൻ ആക്കുന്നില്ല, ഭക്ഷണമൊക്കെ ഞാൻ കൊടുത്തോളാം, പക്ഷെ എന്താ അത് ഡൊമസ്റ്റിക്കേറ്റഡ് മംഗൂസായിട്ട് തന്നെ അവിടെ നിന്നോട്ടെ, നോ ഇഷ്യൂസ്. ബിക്കോസ് എന്ന് മാത്രമേ അതെന്ത് ചെയ്യുള്ളൂ, ഇത് സ്നേക്കിനെ പിടിക്കുള്ളൂ എന്ന് ഗ്രാൻഡ് ഫാദറിന് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ആളെന്ത് ചെയ്യുന്നത്, അതിനെ ഒരു പെറ്റായിട്ട് ഡൊമസ്റ്റിക്കേറ്റഡ് മംഗൂസായിട്ട് അതിനെ മാറ്റാത്തത്. ഓക്കെ, ഫ്രം ദി banyan tree I often saw the mongoose patrolling the four corners of the garden, and once I saw him with an egg in his mouth, and I knew he had been in the poultry house. But he hadn't harmed the birds, and I know grandmother would forgive him for the stealing as long as he kept the snakes away from the house. Okay, so in previous paragraph we saw that the grandfather എന്താണ് the attitude towards this mongoose അല്ലെ, മുത്തശ്ശന് മംഗൂസിൻ്റെ അടുത്തുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഇനി ഈ പാരാഗ്രാഫിൽ നമ്മൾ കണ്ടത് ഗ്രാൻഡ് മദർ എങ്ങനെയാണ് മംഗൂസിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ബിഹേവിയർ എങ്ങനെയാണ്, ഹൗ ദ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് മംഗൂസ്. ഓക്കെ, ലെറ്റ്സ് സീ എന്താ നമ്മൾ കണ്ടത്. From the banyan tree I often saw the mongooses patrolling the four corners of the garden. അല്ലെ, ആ ഒരു ഗാർഡനിൽ ചുറ്റും 4 കോർണറിൽ എന്തിനെ കാണാറുണ്ട്, ഈ മംഗൂസിനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫുൾ ടൈം കാണാറുണ്ട്. The garden, and once I saw him with an egg. അപ്പോൾ ഒരു ദിവസം എന്താ ഈ കുട്ടി കണ്ടത്, ഈ മംഗൂസ് ഒരു എഗ്ഗ് അല്ലെ ഒരു മുട്ട എടുത്തിട്ട് അവിടെ നിന്ന് ഓടിപ്പോണ്ട സീനാണ് നമ്മുടെ കുട്ടി കണ്ടത്. ഇൻ ഹിസ് മൗത്ത്, വായിലാണ് ഈ എഗ്ഗ് വെച്ചിട്ട് ആള് ഓടുന്നത് കേട്ടോ. ആൻഡ് ഐ നോ ഹി ഹാഡ് ബീൻ ഇൻ ദ പോൾട്രി ഹൗസ്. എന്താ പോൾട്രി ഹൗസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം
ഈ കോഴികളെയൊക്കെ വളർത്തുന്ന ഫാം ഹൗസുകളില്ലേ, ഫാം ഹൗസിൽ നമ്മൾ പോൾട്രി എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ മംഗൂസ് എന്താ ചെയ്യുന്നത്, ഈ പോൾട്രി ഹൗസിൽ പോയിട്ട് അവിടെ നിന്ന് എഗ്ഗൊക്കെ എടുത്തിട്ട് ആള് എന്താണ് വായിൽ വെച്ചിട്ട് ഓടുന്ന സീനാണ് നമ്മുടെ കുട്ടി കണ്ടത്. ഓക്കെ, സോ പോൾട്രി ഹൗസ് ദാറ്റ് മീൻസ് ആ ഒരു കോഴികളെയൊക്കെ വളർത്തുന്ന ഒരു ഫാം, ഓക്കെ, ഒരു ഏരിയ. But he hadn't harmed the birds. പക്ഷെ എന്താ ഒരിക്കലും എന്ത് ചെയ്യാറില്ല, he never harmed the birds or the hens. ഈ കോഴികളെയൊന്നും ആളെന്ത് ചെയ്യാറില്ല, ഉപദ്രവിക്കാറൊന്നുമില്ല. ജസ്റ്റ് എന്ത് ചെയ്യുള്ളൂ, just stealing this egg അല്ലെ, അവിടെ ചെല്ലുന്നു, മുട്ടയെടുത്ത് വായിൽ വെച്ചിട്ട് അവിടെ നിന്ന് ജസ്റ്റ് നൈസായിട്ട് ഓടി രക്ഷപ്പെടുന്നു, അത്രയേ ഉള്ളൂ. എന്ത് ചെയ്യാറില്ല, പക്ഷികളെ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്നുള്ള ഈ ഒരു കോഴികളൊന്നും എന്ത് ചെയ്യാറില്ല, പോൾട്രി ഫാമിലുള്ള ബേർഡ്സിനൊന്നും ആള് ഉപദ്രവിക്കാറില്ല. ഹാമിങ് നിങ്ങൾക്ക് അറിയാം, ഹാം ഇൻ ദ സെൻസ് അവരെ ഒട്ടും ഒരു രീതിയിൽ ആള് ഉപദ്രവിക്കാറില്ല എന്നാണ് പറയുന്നത്. The birds and I know grandmother would forgive him. അപ്പം എന്താണ്, മുത്തശ്ശി അപ്പം അത് കാര്യമായിട്ട് എടുക്കാറില്ല, ശരി എഗ്ഗല്ലേ എടുത്തോട്ടെ കുഴപ്പമില്ല എന്ന് മുത്തശ്ശി വെക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്, ദ സ്റ്റീലിംഗ് ആസ്, കണ്ടോ സ്റ്റീലിംഗ് എന്താണ്, ആ മോഷണം അല്ലേ, ഇവ എന്താ ചെയ്യുന്നത്, റോബ് ചെയ്യാണ് ചെയ്യുന്നത്, മോഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ഒരു പോൾട്രി ഫാമിൽ പോകുന്നു, എഗ്ഗ് എടുക്കുന്നു, അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നു. ഓക്കെ, എ കൈൻഡ് ഓഫ് റോബറി, മോഷണം തന്നെയാണ്. As long as and the rope that snakes away from the house. Okay, അപ്പോൾ മുത്തശ്ശി എന്തുകൊണ്ടാണ് ഇവൻ്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡിന് നേരെ കണ്ണടയ്ക്കുന്നത്, കുഴപ്പമില്ലേ എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തായാലും പക്ഷികൾ ഉപദ്രവിക്കുന്നില്ല. സെക്കൻഡ് റീസൺ എന്താണ്, ഇവ ഇവിടെ ഉണ്ടെങ്കിൽ പാമ്പുകൾ ഈ ഏരിയയിലേക്കൊന്നും കടക്കില്ല. അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് എന്ത് തന്നെയാണ്, മുത്തശ്ശിക്കും എന്തില്ല, ഈ മംഗൂസിനോട് പ്രത്യേകിച്ച് വലിയ ദേഷ്യം കാര്യങ്ങളൊന്നുമില്ല, അത് അവിടെ ആ ഒരു ഏരിയയിൽ കിടന്ന് ജീവിച്ചോട്ടെ എന്ന് മുത്തശ്ശി തീരുമാനിക്കുകയാണ് ഉണ്ടായത്. ഓക്കെ ഓക്കെ Next paragraph. The banyan tree was also the setting for what we were to call the strange case of the grey squirrel and the white rat. Okay, നമുക്ക് വീണ്ടും ഒരു പുതിയ ക്യാരക്ടറും കൂടി നമ്മുടെ ഇതിൽ എൻട്രി ചെയ്ത് വരുന്നതാണ്. നമുക്ക് നോക്കാം ആരാണത്. The strange case of the ഒരു ഗ്രേ സ്ക്വിറൽ. നമുക്കറിയാം സ്ക്വിറൽ ഓൾറെഡി നമ്മുടെ സ്റ്റോറിക്കകത്തുള്ളൊരു ക്യാരക്ടറാണ്. ഒപ്പം തന്നെ ആൻഡ് ദ വൈറ്റ് റാറ്റ് അല്ലേ. യു ക്യാൻ സീ ദ പിക്ചർ ഹിയർ. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ isn't it? It's very so cute. വൈറ്റ് റാറ്റും ഇവിടെ ഒരു ഗ്രേ സ്ക്വിറലിൽ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ബനിയൻ ട്രീയിൽ എന്തുണ്ട്, ഈ രണ്ടാളുകളും ഈ ബനിയൻ ട്രീയിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇത് വൈറ്റ് റാറ്റ് ആൻഡ് അവർ ഗ്രേ സ്ക്വിറൽ. So grey squirrel and the white rat. The white rat was grandfather's and he had bought it from the bazaar for 4 anna. Okay, so actually this white rat it's belonged to my grandfather. അത് ഈ വൈറ്റ് റാറ്റ് ആക്ച്വലി ആരുടെയാണ്, മുത്തശ്ശൻ്റെയാണ്. കാരണം എന്തുകൊണ്ടാണ് മുത്തശ്ശൻ്റെ എന്ന് പറയാൻ കാരണം, ബിക്കോസ് ഹി ബോട്ട് ദിസ് വൈറ്റ് റാറ്റ് ഫ്രം ബാസാർ. ബാസാർ നമുക്കറിയാം മാർക്കറ്റിനെയാണ് നമ്മൾ ബാസാർ എന്ന് പറയാറില്ല. അപ്പം എങ്ങനെ ബാസാർ ഇൻ ദ മാർക്കറ്റ് ഫ്രം ദി ഹി ബോട്ട് ദിസ് വൈറ്റ് റാറ്റ് ഫ്രം ദി ബാസാർ ഫോർ 4 അണാസ്. എന്താ 4 അണാസ്? 4 അണ എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, കോയിൻ ആണ്. പണ്ടത്തെ കോയിൻസിനെയാണ് നമ്മളിപ്പോൾ രൂപ എന്ന് പറയുന്ന പോലെ പണ്ട് എന്തായിരുന്നു, അണ, ഒരണ 2 അണ എന്നൊക്കെ പറയാം. ഇൻ ദ സെൻസ് കോയിൻ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പം 4 അണ കൊടുത്തിട്ട് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ് ആര്, ഗ്രാൻഡ് ഫാദർ ഈ ഒരു വൈറ്റ് റാറ്റിന്. ഓക്കെ, അപ്പോൾ ഈ വൈറ്റ് റാറ്റും ഈ ഗ്രേ സ്ക്വിറലും എവിടെയാണ് താമസിക്കുന്നത്, ഈ ഒരു ബനിയൻ ട്രീയുടെ ചുറ്റുഭാഗത്ത് തന്നെയാണ് ഇവർ രണ്ടുപേരും താമസിക്കുന്നത്. Okay, the grandfathers he had bought it. Bought നമുക്കറിയാം വാങ്ങിയിരിക്കുന്നത്, bring brought brought അല്ലേ, വാങ്ങിയിരിക്കുന്നത് എവിടെ നിന്ന് വാങ്ങിയിരിക്കുന്നത്, ഫ്രം ദി ബാസർ. ബാസർ നമുക്കറിയാം മാർക്കറ്റിൽ നിന്നാണ് ഇത് വാങ്ങിയിരിക്കുന്നത്. for 4 annas. That means 4 അണ കൊടുത്തിട്ട് മാർക്കറ്റിൽ നിന്നാണ് മുത്തശ്ശി എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു വൈറ്റ് റാറ്റിന് ആള് വാങ്ങിയിരിക്കുന്നത്. But I would often take it with me into the roots and the branches of the old tree. As banyan tree where it soon struck up a friendship with one of the squirrels. അപ്പോൾ എന്താണ് ഇവർ നമ്മൾ എന്താണ് ഒരു struck up with a friendship അല്ലെ, രണ്ടുപേരും നമ്മൾ എന്താണ് ഒരു ഫ്രണ്ട്ഷിപ്പ് അവിടെ ബോണ്ട് ചെയ്ത് വരികയാണ്. ഈ in between these two creatures, this white rat and our gay squirrel as with one of the squirrels. They would go off together in little excursions among the branches. അപ്പോൾ എന്താണ് നമ്മൾ ഇവർ തന്നെ നോക്കിയിട്ട് നമുക്ക് എന്ത് മനസ്സിലാവും, എക്സ്കർഷൻ എന്താ, ഈ ബനിയൻ ട്രീയുടെ മുകളിൽ തന്നെ ഇവർ ടൂർ പോകുന്ന പറയുമ്പോൾ ഒരു ജില്ലയിൽ നിന്ന് വേറെ ജില്ലയിലോട്ടല്ല, അത് അവരിങ്ങനെ കളിച്ചുകൊണ്ട് ഫുൾ ടൈം എന്താണ് ഈ ഒരു ബ്രാഞ്ചസിൻ്റെ മുകളിൽ ഇവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ നമുക്കിവിടെ കാണുന്ന ന്യൂ ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു വൈറ്റ് റാറ്റ് ആണ് കേട്ടോ. Then the squirrels started building a nest. എവിടെ, നമ്മുടെ ബ്രാഞ്ചസിൻ്റെ മുകളിൽ ഈ ബനിയൻ ട്രീയുടെ മുകളിൽ എന്താ ചെയ്യുന്നത്, നമ്മുടെ സ്ക്വിറൽ എന്ത് ചെയ്തിരിക്കുകയാണ്, ഒരു കണ്ടോ സ്റ്റാർട്ടഡ് ബിൽഡിങ് എ നെസ്റ്റ്. ആളൊരു കൂടൊക്കെ കെട്ടി അവിടെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് നമ്മുടെ
squirrel. Okay, building a nest. At first, she tried building it in my pocket, and when I went indoors and changed my clothes, I would find straws and grass falling out. എന്താണ് അപ്പോൾ നമ്മൾ പറഞ്ഞു എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ആൽമരത്തിന്റെ മുകളിൽ ആളെന്ത് ചെയ്യുന്നുണ്ട്, ഈ സ്ക്വിറൽ ഒരു നെസ്റ്റൊക്കെ ഉണ്ട്, ഒരു കൂടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അതിന് മുൻപ് അവൾ എവിടെ കൂടുണ്ടാക്കിയിരുന്നത്, നമ്മുടെ ബോയുടെ നമ്മുടെ ഓതറുടെ പോക്കറ്റ്സിൽ, പാൻറ്റിന്റെ പോക്കറ്റ്സിലേക്കാണ് അവൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നത്, കൂട് ഉണ്ടാക്കിയത്. ദാറ്റ് മീൻസ് പുറത്ത് ഇൻഡോറിൽ തുണികളൊക്കെ കൊണ്ട് അഴയുമിട്ടില്ലേ, അങ്ങനെ തുണികൾ കൊണ്ടുവരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നത്, ആള് പോക്കറ്റിൽ കയറിയിട്ട് by using this pockets, and when I went indoors I changed my clothes. പുറത്ത് പോയി ഡ്രസ്സ് നമ്മൾ പുറത്ത് നമ്മൾ കൊണ്ടിടാറുണ്ട്. ആ സമയത്ത് I would find straws എന്ന് വെച്ചാൽ എന്താണ്, വൈക്കോല്, അതുപോലെ തന്നെ ഗ്രാസ്, എന്താ ഗ്രാസ്, ഉണങ്ങിയ പുല്ല്, വൈക്കോല്. അപ്പോൾ ആ വക സാധനങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഇവന്റെ പോക്കറ്റിൽ കൊണ്ടുവച്ചിട്ട് അവന്റെ പോക്കറ്റിനകത്ത് തന്നെ ആളൊരു നെസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നോക്കാറുണ്ടായിരുന്നാണ് പറയുന്നത്. ഓക്കെ, കണ്ടോ, ഏറ്റവും ആദ്യം അങ്ങനെയാണ് ചെയ്തിരുന്നത്. ആഫ്റ്റർ ദാറ്റ് she began to she started to build the nest in the banyan tree. Okay, then one day grandmother's knitting was missing. വീണ്ടും വേറെ സ്റ്റോറി കിടക്കുകയാണ്. എന്താ പറയേണ്ടത്, ഒരു ദിവസം ഗ്രാൻഡ് മദറിന്റെ നെറ്റിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വൂളൻ സെൽസ് നമുക്ക് അറിയാം അല്ലെ, നമ്മൾ വൂളി ഉണ്ടാണ് സൂയി ചെയ്യാന്നൊക്കെ പറയും. നൂല് വെച്ചിട്ട് നമ്മളിങ്ങനെ സൂചി നൂലൊക്കെ വെച്ച് നമ്മൾ ചെയ്യാനായിട്ട് നമ്മൾ കുറെ ക്ലോത്ത്സ് ഉണ്ടാക്കാറുണ്ട്, ക്യാപ്സ് ഉണ്ടാക്കാറുണ്ട് ഇല്ലേ, നമ്മൾ ഗ്ലൗസസ് ഉണ്ടാക്കാറുണ്ട്. അപ്പം അങ്ങനെ മുത്തശ്ശിയുടെ ഒരു നിറ്റിങ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം എന്താ അവിടെ വീട്ടിൽ കാണാനില്ല. ഒരു ദിവസം നോക്കിയപ്പോൾ we hunted for it everywhere but without success. അപ്പോൾ എന്താ, ഞങ്ങൾ എല്ലാവരും വീട് മുഴുവൻ അരിച്ചു പറക്കി, ഈ സാധനം കാണാനില്ല. മുഴുവൻ എന്താണ് എല്ലായിടത്തും ഇത് അന്വേഷിച്ച് ഇങ്ങനെ നടക്കുകയാണ്. ഓക്കെ, everywhere but without success. പക്ഷെ എന്താ, കണ്ടെത്താനായിട്ട് we can't find it, കണ്ടെത്താൻ പറ്റിയില്ല. Next day I saw something glinting into the hole in the banyan tree. ബിറ്റൂസ് എന്താ ഉണ്ടായത്, ഞാൻ ഇതെവിടെ കണ്ടു, ബനിയൻ ട്രീയുടെ ഹാളിനകത്ത് മുത്തശ്ശിയുടെ നിറ്റിങ്, അതായത് ഈ വൂൾസും ഈ നീഡിലൊക്കെ ഇരിക്കുന്നത് ആര് കൊണ്ട്, നമ്മുടെ കുട്ടി കാണുകയാണ് ഉണ്ടായത്. ഗോയിങ് അപ് ടു ദ ഇൻവെസ്റ്റിഗേറ്റ്, ഇനി അത് എങ്ങനെയാണ് അവിടെ വന്നതെന്ന് അറിയണ്ട. അപ്പൊ ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയാണ്. ഓക്കെ, I saw that it was the end of grandmother's steals this knitting needle. ഓക്കെ, അപ്പൊ എന്താ കണ്ടത്, ഇതിനകത്ത് ഗ്രാൻഡ് മദറിന്റെ നിറ്റിംഗ് നീഡിൽ ഇരിക്കുന്നതായിട്ട് കണ്ടു. On looking further, I discovered that the hole was crammed with knitting. അപ്പം എന്താണ്, ഈ മരത്തിന്റെ ആ ഒരു ഹോൾ, ആ മരത്തിന്റെ പൊത്തിനകത്ത് എന്താണ്, മുത്തശ്ശിയുടെ ഈ നീറ്റ് ആ വൂൾസ് ഫുൾ എവിടെയുണ്ട്, ആ നൂലും സൂചിയും സാധനങ്ങളൊക്കെ എവിടെ ഇരിക്കുന്നുണ്ട്, ആ ഒരു ആൽമരത്തിന്റെ ഹോളിനകത്ത് ഇരിപ്പുണ്ട്, സേഫ് ആയിട്ടുണ്ട് അത്. Knitting, and amongst the wool were 3 baby squirrels, all of them white. അപ്പൊ എന്താ കണ്ടത്, ആ ഒരു ഹോളിനകത്ത് crammed to the knitting and amongst the wool, ആ വൂളുകളുടെ ഉള്ളിലായിട്ട് എന്തിനെ കണ്ടത്, there were 3 baby squirrels, 3 ബേബി സ്ക്വിറൽസിനെയാണ് എന്ത് ആ ഹോളിനകത്ത് നിറ്റിന്റെ ഉള്ളിലായിട്ട് അവൾ കണ്ടത്. ഓക്കെ, ആൻഡ് ഓൾ ദം വൈറ്റ്. പക്ഷെ എന്താ പ്രത്യേകത ഉണ്ടായിരുന്നത്, നമുക്കറിയാം ഗ്രേ സ്ക്വിറൽ ആണ്, പക്ഷെ ഇവിടെ ഉണ്ടായിരിക്കുന്ന കുട്ടികൾക്ക് ബേബി സ്ക്വിറൽസിന്റെ കളർ എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ വൈറ്റ് കളറിലാണ് നമുക്ക് അതിനെ കാണാനായിട്ട് നമ്മൾ കണ്ടത്. അപ്പോൾ ഇവർ ഭയങ്കര എക്സൈറ്റഡ്, ഇതെന്ത് ഇങ്ങനത്തെ ഒരു കളറിൽ ആദ്യമായിട്ടാണ് എന്ത് വെളുത്ത കളറിൽ ഇങ്ങനെ പ്യുവർ വൈറ്റ് കളറിൽ എന്തിനെ കാണുന്നത്, സ്ക്വിറലിന്റെ ബേബീസിനെ കാണുന്നത്. ഓക്കെ, grandfather had never seen white squirrels before. അല്ലെ, ഒരിക്കലും എന്ത് ചെയ്തില്ല, ഗ്രാൻഡ് ഫാദർ ഒരിക്കലും എന്ത് കണ്ടിട്ടില്ല, അങ്ങനെ വൈറ്റ് കളർ വെള്ള കളറിലുള്ള ഈ ഒരു ബേബി സ്ക്വിറൽസിനെ അല്ല അണ്ണാൻകുട്ടികൾ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഇതെന്ത് ഇങ്ങനെ ഉണ്ടായെന്ന് അവരിങ്ങനെ വളരെ എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്. squirrels before, and we gazed at them. Gazed in the sense, എന്താ ഗേസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുന്നേ ഈ ഒരു വാക്ക് നമ്മൾ ഫെമിലിയർ ആണ്, ഗേസ്ഡ്, ഹാവ് എ ലുക്ക് അല്ലെ, നോക്കുക. എന്തിനു നോക്കുന്നത്, ഇത് എന്താ കുട്ടികൾ ഇങ്ങനെ എന്ത് നല്ല വെളുത്ത് നല്ല ഭംഗിയുള്ള കുട്ടികളെ, പക്ഷെ എന്താ അത് എന്തിൻ്റെ കുട്ടികളാണ്, നോർമലി സ്ക്വിറൽസിന്റെ കളർ ഗ്രേ ആണ്, പക്ഷെ ഇവിടെ ഉണ്ടായിരിക്കുന്ന ബേബി സ്ക്വിറൽസിന്റെ കളർ വൈറ്റ് ആണ്. അപ്പോൾ അവരെന്ത് ചെയ്യണം, അതിനിങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കണം, അതിനെ ഗേസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, ബിക്കോസ് അത്ര ക്യൂട്ടായിരിക്കും ബേബീസ്, അതുകൊണ്ടാണ്. ദം ഇൻ ദ വണ്ടർ അല്ലെ, ഭയങ്കര അത്ഭുതത്തോടു കൂടി വണ്ടറായിട്ട് ഇത് എന്ത് ഇങ്ങനെ സംഭവിക്കണം എന്നിങ്ങനെ വണ്ടറായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. We were puzzled for some time. Puzzled in the sense we were confused. Confused avane idendappa undayathu ingeneyanu alochikkandirikkunnu. Okay, we were wondered and we are puzzled, we are confused why this happened. Idu enganeyanu sambhavichadu alle for some time. But when I mentioned the white rat frequently visit through the tree, and grandfather told me that the rat must be the
father. Okay, so that's the thing. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കണ്ട കാര്യം എന്തായിരുന്നു? ഇവർ ഭയങ്കര പസിൽഡ് ആയിരുന്നു, ഇവർ ഭയങ്കര വണ്ടേർഡ് ആയിരുന്നു. ഇതെങ്ങനെയാണ് എന്ത് വൈറ്റ് കളറിലുള്ള ബേബി സ്ക്യൂറൽസ് ഉണ്ടായിരിക്കുന്നത്? നോർമലി നമ്മൾ ഗ്രേ കളറിലാണ് അവരെ കാണാറുള്ളത് അല്ലേ? അപ്പോൾ റീസൺ എന്താ ഇവിടെ വന്നത്? The rats frequently visit the tree. This grandfather told me that the rat must be the father. അപ്പോൾ എന്തായിരിക്കും? ആള് ഗ്രാൻഡ് ഫാദർ മാർക്കറ്റിൽ നിന്ന് ബാസാറിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നിട്ടുള്ള ആ വൈറ്റ് റാറ്റ് ആയിരിക്കും ചിലപ്പോൾ എന്ത് ഈ വൈറ്റ് സ്ക്യൂറൽസിന്റെ ഫാദർ, അച്ഛൻ എന്നാണ് ആള് പറഞ്ഞത്. മേ ബി there is a chance. The rats and the squirrels were related to each other. നമുക്കറിയാം രണ്ടും ഒരേ ഫാമിലിയാണ്. അപ്പോൾ നമ്മൾ പറയാറുണ്ട് കാറ്റ് ഫാമിലിയിലാണ് കാറ്റും ടൈഗറും എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ് ഇവിടെ എന്ത് ഈ സ്ക്യൂറലും അതുപോലെ റാറ്റ്സും ഒക്കെ എന്ത് ഒരേ ഫാമിലിയിൽ പെടുന്ന ആനിമൽ ഫാമിലിയിൽ പെടുന്ന ആളുകൾ അല്ലെങ്കിൽ ക്രീച്ചേഴ്സ് തന്നെയാണ്. ഓക്കെ, and related to each other. And he said, and so it was quite possible for them to have offsprings. Offspring sense baby. ഓക്കെ, ബേബി ആനിമൽസിനെ നമ്മൾ ഓഫ് സ്പ്രിങ്സ് എന്ന് പറയുന്നത് അവരുടെ കുട്ടികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓഫ് സ്പ്രിങ്സ് എന്ന് പറയുന്നത് മീൻസ് ബേബി യങ് ബേബീസ് ഓഫ് ദിസ് ആനിമൽസ് ഓഫ് സ്പ്രിങ് ഇൻ ദിസ് കേസ് ആൻഡ് വൈറ്റ് സ്ക്യൂറൽസ്. ഓക്കെ, സോ ഇറ്റ്സ് വെരി ക്ലിയർ. അവർ വളരെ വണ്ടറായിട്ടിരിക്കാനുള്ള കാരണം തന്നെ എന്താണ്? എങ്ങനെയാണ് ഹൗ ദ ഗ്രേ സ്ക്യൂറൽസ് ദേ ഹാവ് ദിസ് ബേബി ദിസ് കൈൻഡ് ഓഫ് വൈറ്റ് അല്ലേ, കളർ ഇങ്ങനെ വെള്ള കളറില്ല. അപ്പം മുത്തശ്ശൻ എന്താ കാര്യം പറഞ്ഞത്? മേ ബി നമ്മൾ ബാസാറിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ആ ഒരു വൈറ്റ് കളർ റാറ്റ് എന്തായിരിക്കും ഇവിടെ ഫ്രീക്വൻ്റ്ലി വിസിറ്റ് ചെയ്യാറുണ്ട് ഇവരുടെ ഒരു ഗ്രേ സ്ക്യൂറലിൻ്റെ അടുത്തേക്ക്. അങ്ങനെ അവർക്ക് ഉണ്ടായിട്ടുള്ള കുട്ടിയായിരിക്കാം ഈ ഒരു കുട്ടികളായിരിക്കും ഈ വൈറ്റ് കളറിൽ കാണുന്ന സ്ക്യൂറൽസ് എന്നാണ് ആളവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, രണ്ടുപേരും ഒരേ ഫാമിലിയിൽ നിന്ന് വരുന്നത് കൊണ്ട് തന്നെ നോ ഇഷ്യൂസ്. ഓക്കെ, സോ ഇറ്റ്സ് ക്വൈറ്റ് പോസിബിൾ ഫോർ ദം ടു ഹാവ് ഓഫ്സ്പ്രിങ്. അപ്പം എന്താണ് അങ്ങനെ കുട്ടികൾ ഉണ്ടാവുന്ന കാര്യത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും, ദാറ്റ്സ് ക്വൈറ്റ് പോസിബിൾ. അതിന് അവിടെ എന്തുണ്ട്? ഒരു പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, ദിസ് ഓഫ്സ്പ്രിങ് പറഞ്ഞു മറ്റേ എന്താ പറയുക ബേബി കുട്ടി ആനിമലിൻ്റെ ബേബീസിനെയാണ് നമ്മൾ അങ്ങനെ യങ് ബേബീസിനെയാണ് നമ്മൾ പറയുന്നത് അങ്ങനെ ഓഫ്സ്പ്രിങ് എന്ന് പറയുന്നത്. ഇൻ ദിസ് കേസ് വൈറ്റ് സ്ക്യൂറൽസ്, അങ്ങനെയാണ് എന്ത് വെള്ള കളറിലുള്ള വൈറ്റ് സ്ക്യൂറൽസ് ഉണ്ടായെന്നാണ് പറയുന്നത്. ഓക്കെ, so students, now we come to the end of our first chapter, our adventures in a banyan tree by Ruskin Bond. നമുക്കറിയാം വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ്. സോ മുന്നേ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഹൗ ദിസ് നേച്ചർ ആൻഡ് ദ ട്രീ ദിസ് ബനിയൻ ട്രീ ആൻഡ് ദ ബോയ് ഹൗ ദേ ആർ ഈക്വലി കണക്റ്റഡ്. രണ്ടുപേരും എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ, അവർ ലൈഫ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. ഓരോ വ്യക്തികളുടെയും ലൈഫിൽ എന്താണ് ഈ ഒരു ട്രീക്ക് ആ ട്രീയുടേതായിട്ടുള്ള ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്കിതിൻ്റെ എക്സസൈസും ടെക്സ്റ്റ് ബുക്കിലുള്ള ആക്ടിവിറ്റീസൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസും ക്ലാസ്സസൊക്കെ വേണമെങ്കിൽ മാക്സ് ബിയുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്.